അയ്യപ്പൻ പ്രകൃതിയുടെ ശക്തിയാണ്. അപ്പോൾ അയ്യപ്പനെ മുതലെടുക്കാൻ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ പിടിക്കും. അത് അയ്യപ്പ സംഗമത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിരീശ്വരവാദികൾ പിണറായി വിജയൻ്റെയും മന്ത്രിസഭയിലെ ആൾക്കാരുടെയും ഇൻ്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാരണം അവർ ശരിക്കും നിരീശ്വരവാദികളാണ്, അവർ ദൈവ നിഷേധികളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദൈവ നിഷേധമാണ് അവർ തുടങ്ങിയത്. അവരുടെ ആശയത്തിൻ്റെ ഭാഗമാണ്, ആശയപരമായിട്ടാണ് അവർ ചെയ്തത്. അതിന് ദൈവത്തിൻ്റെ തിരിച്ചടിയാണ്, അയ്യപ്പൻ്റെ തിരിച്ചടിയാണ് കാണുന്നത്. അത് പാരഡിയിലെത്തിയിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി, പുതിയ തൊഴിലുറപ്പ് വളരെ രൂക്ഷമായ വിമർശനമാണ് കേരളത്തിലുള്ള എംപിമാർ. ഇന്ന് പാസ്സായി കഴിഞ്ഞ് പറയാം. സിനിമകളുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുണ്ട്. അത് ചിലത് കാണണം, ചിലത് കാണണം. അല്ല, അത് എൻ്റെ വകുപ്പല്ലത്. അത് 2-3 വകുപ്പ് കൂടിയതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയായിരിക്കും. തിരുവനന്തപുരം തപാൽ ഓഫീസിൽ ഈ ഗതാഗതം ക്രിസ്മസ് ആവശ്യത്തിൽ ഗതാഗതം പാടണമെന്ന് BMS ആവശ്യമായി മുന്നോട്ട് വരികയും അത് ശരിയാണോ? എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. അന്വേഷിക്കട്ടെ. നല്ല വോട്ടുകൾ നമുക്ക് BJPക്ക് ലഭിച്ചിരുന്നു. ഇത്തവണ അത് നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസ് CPM പറയുകയാണ്. BJPക്ക് അല്ല, ഒരിക്കലും BJPക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എങ്ങനെ നഷ്ടപ്പെടുന്നത്? അവരുടെ നേരത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കൂ. BJPക്ക് ഒരു ക്രൈസ്തവ വോട്ടും കിട്ടിയിട്ടില്ല എന്നാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത്. ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസരത്തിൽ അത് തിരിച്ച് ചിന്തിച്ചാൽ മതി.